നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. ഇനി പൂരപ്പറമ്പിലേക്കില്ല, ഇത് എന്റെ അവസാനത്തെ പണി. സതീശൻ സുഹൃത്തിനോട് പറഞ്ഞ ആ വാക്കുകൾ അറമ്പറ്റി. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. വീടിന്റെ തറ പൊളിച്ചു നടത്തിയ പരിശോധന അവസാനിപ്പിച്ചു. അനൂഷിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. മാളയിൽ യുവതിയെയും യുവാവിനെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആവർത്തിക്കുന്ന പാമ്പുകടി അപകടങ്ങൾ. വീടിനുള്ളിൽ പാലിക്കേണ്ട അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയാം. വഴന്തരപ്പള്ളി നന്ദിപുലത്ത് പെട്രോൾ പമ്പിൽ നിന്ന് 98 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ മുൻ പാർട്ട് ടൈം മാനേജർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി അറിയാം. ഇനി പൂരപ്പറമ്പിലേക്കില്ല, ഇതെന്റെ അവസാനത്തെ പണി. സുഹൃത്തിനോട് പറഞ്ഞ വാക്കുകൾ അറമ്പറ്റി. തൃശൂരിനെ നടുക്കിയ വെടിക്കെട്ട് അപകടത്തിൽ പൊള്ളലേറ്റ സതീശൻ മരണത്തിന് കീഴടങ്ങി. 13 വർഷത്തെ അഗ്നി പരീക്ഷണം അവസാനിപ്പിച്ച് സമാധാന ജീവിതം കൊതിച്ച തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പൂരപ്പറമ്പുകളുടെ ആവേശത്തിന് തിരികൊളുത്തിയിരുന്ന തൃശൂരുകാരുടെ പ്രിയപ്പെട്ട സതീശേട്ടൻ ഇനിയില്ല. തൃശൂരിനെ ആകെ നടുക്കിയ വെടിക്കെട്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സതീശൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവനു വേണ്ടി പൊരുതിയ സതീശന്റെ വിയോഗം നാടിന് തീരാ നൊമ്പരമായി മാറുകയാണ്. കഴിഞ്ഞ 13 വർഷമായി വെടിയുപ്പും കരിമരുന്നും കൂട്ടിച്ചേർത്ത് പൂരപ്പറമ്പുകളിൽ വിസ്മയം തീർത്തിരുന്ന തൊഴിലാളിയായിരുന്നു സതീശൻ. സ്ഫോടനത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ ഇദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടും കരിമരുന്നിന്റെ തീജ്വാലകളേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകളിൽ നിന്ന് സതീശനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. സതീശന്റെ മരണ വാർത്തയേക്കാൾ നാടിനെ കണ്ണീരിലാഴ്ത്തുന്നത് സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറഞ്ഞ വാക്കുകളാണ്. ഇനി ഈ പണിക്ക് ഞാനില്ല, ഇത് എന്റെ അവസാനത്തെ പണിയാണ് എന്ന് സതീശൻ പറഞ്ഞതായി കഴിഞ്ഞ ദിവസം സുഹൃത്ത് മാധ്യമങ്ങളോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ കാലം ആ വാക്കുകൾ കേട്ടുകാണണം. സുഹൃത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അറമ്പറ്റിയിരിക്കുകയാണ്. 13 വർഷത്തെ അപകടം പിടിച്ച ജോലിക്ക് ശേഷം സമാധാനപരമായ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ച സതീശനെ തേടി വിധിയെത്തിയത് ആ സ്ഫോടനത്തിന്റെ രൂപത്തിലായിരുന്നു. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. വീടിന്റെ തറ പൊളിച്ചു നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. സർപ്പ ടീം ദൗത്യം അവസാനിപ്പിച്ചു. അതേസമയം അന്വേഷണ ഡിസ്ചാർജാക്കി ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ലെന്ന് മാതാപിതാക്കൾ. കോടാലിയിൽ പാമ്പുകടിയേറ്റ സഹോദരങ്ങളുടെ വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനകൾ അവസാനിപ്പിച്ചു. വീടിന്റെ തറയുടെ ഒരു ഭാഗം പൊളിച്ചു നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. വീടിന്റെ പല ഭാഗങ്ങളിലായി തുടർച്ചയായി പാമ്പിനെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പൊളിച്ച് പരിശോധന നടത്തിയത്. ബാത്റൂമിന്റെ പൈപ്പിനകത്തുകൂടെ പാമ്പ് കടക്കുന്നു എന്നായിരുന്നു സംശയം. ബാത്റൂമിൽ പാമ്പ് കയറാൻ ഇടയുള്ള ഭാഗം സീൽ ചെയ്യും. വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വനം വകുപ്പിന്റെ തുടർ നിരീക്ഷണം തുടരും. അതേസമയം അനൂഷിനെ ഡിസ്ചാർജായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ലെന്ന് മാതാപിതാക്കൾ അറിയിച്ചു. ഞാൻ അന്ന് തന്നെ സംഭവിച്ച രാത്രി തന്നെ അന്ന് മൊത്തം ഞാൻ പരിക്ക് ചുറ്റും 3 ടോർച്ചടിച്ച് മൊത്തം നോക്കി ബീച്ചിൽ കൊണ്ട് എല്ലാം തെളിച്ച് പിന്നാലെ ഇങ്ങനെ വരുമ്പോഴേ മിനിയാന്നും കണ്ടു, ഇന്നലെ 2 കണ്ടു. ഇപ്പോൾ വരുമ്പോൾ നമുക്ക് അവനിപ്പോൾ പെട്ടെന്ന് റെഡിയായി വന്നാലും നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന മനസ്സമാനത്തോട് കിടക്കാം. ഇനിയും ഭാഗ്യം പരീക്ഷിക്കാനില്ലെന്നും സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും പിതാവ് സിൽജോയും മാതാവ് ജോൺസിയും പറയുന്നു. ഇന്നലെയും വീട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടിയിരുന്നു. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ കോടാലിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5 ആയി. കുട്ടികളെ കടിച്ച ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് നേരത്തെ 4 തവണയും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിക്കുകയും സഹോദരൻ അവശനിലയിലാവുകയും ചെയ്തതിന് പിന്നാലെ കോടാലിയിലെ വീടിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടിരുന്നു. ആൽജോയുടെ വീട്ടിൽ 2ാമതും പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു അത്. വീട്ടിൽ കൂടുതൽ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വീടിന് ചുറ്റും തീയിട്ടത്. കഴിഞ്ഞ 19-നാണ് അനൂഷിനും ആൻജോയ്ക്കും വീട്ടിൽ ഉറങ്ങുന്നതിനിടെ തലയിണയ്ക്കകത്ത് ഉണ്ടായിരുന്ന പാമ്പിന്റെ കടിയേൽക്കുന്നത്.
അബോധാവസ്ഥയിൽ സഹോദരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ നാട്ടുകാർ വീട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇവരുടെ കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇതുവരെയായിട്ട് നമുക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൊളിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് വീടിന് മൊത്തത്തിലായിട്ട് പൊളിക്കേണ്ടതായിട്ട് വരും ഇനി നോക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ ബാത്റൂമിലെ ടൈല് ഇളക്കി നോക്കിയിട്ടുണ്ട്, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അത് സീൽ ചെയ്യാന്നുള്ളതാണ്. മൊത്തത്തിൽ ഇനി പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഹോളുകളുണ്ടെങ്കിൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി നെയ്തിലക്കാവിലെ ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ധന്യമുഹൂർത്തത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഗജവീരൻ എറണാകുളം ശിവകുമാറാണ് തെക്കേ ഗോപുര നട തുറന്നത്. ഭക്തിയും പൂരാവേശവും നിറച്ചുകൊണ്ടായിരുന്നു 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന്റെ വിളംബരം അറിയിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നത്. പൂര ദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കണിമംഗലം ശാസ്താവിനും മറ്റു ദേവീദേവന്മാർക്കും വേണ്ടിയാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരത്തലേന്നുള്ള തെക്കേ ഗോപുര നട തുറക്കൽ. ചടങ്ങ് വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷം നടപ്പാണ്ടിയുടെ അകമ്പടിയോടെയാണ് ഗജവീരൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവ് ഭഗവതി പൂരനഗരിയിലെത്തിയത്. തുടർന്ന് മണികണ്ഠനാലിൽ കിഴക്കോട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. നെയ്തലക്കാവ് ഭഗവതി പടിഞ്ഞാറേ ഗോപുരം വഴി വടക്കുനാഥനിൽ പ്രവേശിച്ച ശേഷം കൊമ്പുപറ്റ്, പുഴൽപ്പറ്റ്, കേളി എന്നിവ കഴിഞ്ഞ് തെക്കേ ഗോപുര നട തള്ളിത്തുറന്നു. തുടർന്ന് നെയ്തലക്കാവിലമ്മ വീണ്ടും വടക്കുനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെത്തി അവിടെയും 1 മണിക്കൂറോളം മേളം അരങ്ങേറി. നിലപാട് തറയിൽ നെയ്തലക്കാവിലമ്മ കയറി നിന്നതോടെ മാരാർ 3 തവണ ശംഖുമുഴക്കി. ഇതോടെ തൃശൂർ പൂരത്തിന് വിളംബരമായി. മാളയിൽ യുവതിയെയും യുവാവിനെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തഞ്ചിറ സ്വദേശി 30 വയസ്സുള്ള ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി 24 വയസ്സുള്ള മിൽന എന്നിവരാണ് മരിച്ചത്. ശ്രീജിത്തിന്റെ വാടക വീട്ടിൽ ഒരേ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. 2 തവണ വിവാഹിതനായ ശ്രീജിത്ത് മിൽനയുമായി പ്രണയത്തിലാകുകയായിരുന്നു. ശ്രീജിത്തിന്റെ 2ാം ഭാര്യ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ രക്ഷപ്പെട്ട ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മില്ലയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ മില്ലയെ പിന്നീട് കാണാതാകുകയായിരുന്നു. മില്ലയെ കാണാനില്ലെന്ന് കാട്ടി മാള പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ആവർത്തിക്കുന്ന പാമ്പുകടി അപകടങ്ങൾ, വീടിനുള്ളിൽ പാലിക്കേണ്ട അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയാം. കേരളം ഇന്ന് വലിയൊരു ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത്. ചിറയൻകീഴിലും കോടാലിയിലും പിഞ്ചുജീവനുകൾ നമുക്ക് നഷ്ടമായ വാർത്തകൾ വലിയ നോവായി മാറിക്കഴിഞ്ഞു. അപ്രതീക്ഷിതമായി വീടിനുള്ളിലെത്തുന്ന അപകടങ്ങളെക്കുറിച്ച് നാം അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. കടുത്ത വേനൽച്ചൂടിൽ നിന്ന് തണുപ്പ് തേടിയാണ് പാമ്പുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഈ മുൻകരുതലുകൾ ഇന്ന് തന്നെ സ്വീകരിക്കാം. വീടിനുള്ളിൽ സുരക്ഷിതമായൊരു സാഹചര്യം ഒരുക്കുക എന്നതാണ് പ്രധാനം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തറയിലെ ഉറക്കം ഒഴിവാക്കണം. നിലത്ത് പായ വിരിച്ചോ ബെഡിട്ടോ ഉറങ്ങുന്നത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്നു. നിർബന്ധമായും കട്ടിലിൽ മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കട്ടിലിലാണെങ്കിലും കൊതുകുവല ഉപയോഗിക്കുന്നത് ഇഴജന്തുക്കളിൽ നിന്ന് പൂർണ്ണമായ സുരക്ഷ നൽകും. വലയുടെ അറ്റങ്ങൾ മെത്തക്കടിയിൽ കൃത്യമായി തിരികെ വെക്കുക. വിടവുകൾ അടയ്ക്കാം. വാതിലിന് താഴെയുള്ള ചെറിയ വിടവുകൾ പോലും പാമ്പുകൾക്ക് അകത്തു കയറാൻ വഴിയൊരുക്കും. റബ്ബർ സീലുകളോ പായകളോ ഉപയോഗിച്ച് ഈ വിടവുകൾ അടയ്ക്കണം. വീടിനു പുറത്ത് കാടും പടർപ്പുകളും വെട്ടിത്തെളിക്കുന്നത് പാമ്പുകളുടെ സാന്നിധ്യം കുറയ്ക്കും. എലികളെ തുരത്തുക. കാരണം അവയെ തേടിയാണ് ഇത്തരം അപകടങ്ങൾ വീട്ടിലെത്തുന്നത്. രാത്രിയിൽ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങരുത്. എപ്പോഴും ഒരു ടോർച്ച് കരുതുന്നത് ശീലമാക്കുക. എന്തെങ്കിലും കാരണവശാൽ ഒരു അപകടം സംഭവിച്ചാൽ ഒട്ടും പരിഭ്രാന്തരാകരുത്. പരിഭ്രമം വിഷം ശരീരത്തിൽ വേഗം പടരാൻ കാരണമാകും. കടിയേറ്റ ഭാഗം ഒട്ടും ചലിപ്പിക്കാതെ സൂക്ഷിക്കുക. ചികിത്സയ്ക്കായി സമയം കളയാതെ ആന്റി സ്നേക്ക് വെനം ലഭ്യമാകുന്ന തൊട്ടടുത്ത ആശുപത്രികളിൽ എത്തിക്കുക. ശംഖുവരയൻ പോലുള്ള പാമ്പുകൾ കടിക്കുമ്പോൾ വേദന കുറവായിരിക്കും എന്നതുകൊണ്ട് കുട്ടികൾ എന്തോ കടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായി എടുക്കുക. വനംവകുപ്പിന്റെ സർപ്പ ആപ്പ് വഴി വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണ്. നമ്മുടെ ചെറിയൊരു ജാഗ്രത വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിക്കും. കരുതലോടെ ഇരിക്കാം, സുരക്ഷിതരാകാം.
വടന്തരപ്പള്ളി നന്ദിപുരത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്ന് 98 ലക്ഷം തട്ടിയെടുത്ത പരാതിയിൽ മുൻ പാർട്ട് ടൈം മാനേജർ അറസ്റ്റിൽ. മുപ്ലിയം പുളിയാനിക്കുന്ന് സ്വദേശി പനയോലി പറമ്പിൽ ആഷിഖിനെയാണ് വടന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 ഒക്ടോബർ മുതൽ 8 മാസത്തിനിടെയാണ് ഇയാൾ പണം തട്ടിയത്. ചുള്ളിപ്പറമ്പിൽ ഫ്യുവൽസ് ആൻഡ് ലൂബ്രിക്കൻസ് ഉടമ രാജീവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പറമ്പിലെ വിറ്റുവരവ് കണക്കിൽ കൃത്രിമം നടത്തിയാണ് ഇയാൾ പണം തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. സംഭവശേഷം വിദേശത്തേക്ക് പോയ പ്രതി കഴിഞ്ഞ ജനുവരിയിലാണ് തിരിച്ചെത്തിയത്. ഇതിനിടെ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് തള്ളിയതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാകുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ പെട്രോൾ പമ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,120 രൂപ, പവന് 1,12,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇനി പൂരപ്പറമ്പിലേക്കില്ല, ഇത് എന്റെ അവസാനത്തെ പണി. സതീശൻ സുഹൃത്തിനോട് പറഞ്ഞ ആ വാക്കുകൾ അറമ്പറ്റി. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവം. വീടിന്റെ തറ പൊളിച്ചു നടത്തിയ പരിശോധന അവസാനിപ്പിച്ചു. അനൂഷിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചുകൊണ്ട് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു. മാളയിൽ യുവതിയെയും യുവാവിനെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആവർത്തിക്കുന്ന പാമ്പുകടി അപകടങ്ങൾ. വീടിനുള്ളിൽ പാലിക്കേണ്ട അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അറിയാം. വടന്തരപ്പള്ളി നന്ദിപുലത്ത് പെട്രോൾ പമ്പിൽ നിന്ന് 98 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ മുൻ പാർട്ട് ടൈം മാനേജർ അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.